ആകാശവാണി. ശാന്തം നാടകം. അവതരണം അമല കമ്മ്യൂണിക്കേഷൻസ്, കാഞ്ഞിരപ്പള്ളി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ച നാടകത്തിന്റെ റേഡിയോ ആവിഷ്കാരം. പിന്നെ അറിഞ്ഞറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സോറി. വിതുര സുഹൃത്ത് നാടകക്കളരിയുടെയും ബാലഭവന്റെയും സഹകരണത്തോടെ 2025 ജനുവരി 4-ാം തീയതി വിതുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറിയത്. നാടകരചന ഹേമന്ത് കുമാർ. സംവിധാനം രാജേഷ് ഇരുളം. ശബ്ദം നൽകുന്നവർ സതീഷ് കെ കുന്നത്ത്, കുര്യൻ മാരാരിക്കുളം, ഗിരീഷ് രവി, അജയ് ദേവ്, ബിന്ദു ചെറായി, ദീപ ദീപ്തി, രാജേഷ് മുണ്ടക്കയം. നിർവഹണം റൂബി ബാബു. ഹലോ ഹലോ, എന്താടാ? എൻ്റെ ബാഗിലാ നീ വെച്ചിട്ടുണ്ടാ? എൻ്റെ പൊന്നും കേട്ടേ, ഇതാരെയൊന്നല്ലല്ലടാ. നീ ഫോൺ വെച്ചോ, ഞാൻ നാളെ വിളിക്കാം. ഹലോ ജിത്തുട്ടാ, മോനിറങ്ങിയില്ലേ? അച്ഛൻ വൈകൂട്ടാ. അച്ഛനെ മഴ എത്തിപ്പെട്ടേക്കനാണ്. അച്ഛൻ പറവൂക്കാവില്ലുണ്ട്. വണ്ടിയുടെ സമയമായാലേ മോനിറങ്ങിക്കോ. മഴ മാറിയാ അച്ഛനങ്ങാട് നടക്കാം. അപ്പം നമുക്ക് വഴിയിൽ വെച്ച് കാണാമല്ലോ. ആ വേണ്ട വേണ്ട, നീ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ ഇടിവാള് മിന്നാണ്. നീ ഫോൺ വെച്ചേ. ആ ഫോൺ വെക്കാൻ. ആ ചെക്കൻ, ഈ ചെക്കന് ഇത് അടിക്കാനും സമ്മതിക്കൂല്ലത്. ഹലോ ഹലോ, ഷാജി ഏട്ടാ. ആ സുരേന്ദ്രനാണ്. എന്തേട്ടാ? ഞാൻ അടുത്ത വർഷം ഈ സമിതി തന്നെയുള്ള ഏട്ടാ. അയ്യോ, ഞാൻ അഡ്വാൻസ് മേടിച്ചേട്ടാ. നാടകം തിട്ടാന്നൊന്നും അറിയില്ല. എന്തേട്ടാ? ഇല്ല, ഈ സീസണിൽ വേറെ കളിയൊന്നുമില്ല. ഹലോ ഹലോ ഷാജിട്ടാ, കട്ടായ മഴയേ മഴയേ. എന്താ ഒന്നുമില്ല. എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല. പരിപാടി ഒന്നുമില്ലേ? ഇങ്ങോട്ട് മാറുന്നേ, ഇങ്ങോട്ട് മാറുന്നേ. എന്താ ബാഗില്? ബാഗിലൊന്നുമില്ല സാറേ. ഒന്നുമില്ലേ? ഒന്നുമില്ല. വീർത്തിരിക്കണ്ടല്ലോ. തുറന്നടാ. സാറേ ഒന്നുമില്ലല്ലേ? എന്തിനാടാ കത്തി? സത്യം പറ, നീ കള്ളനല്ലേ? അല്ല സാറേ, അതെ ഈ സ്റ്റേജിലെ ഈ സെറ്റ് കെട്ടുമ്പോഴേ കെട്ടുകയറ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ആ കുറച്ച് വള്ളിക്കെട്ടാണ് സാറേ. ഞാൻ വരാം. ആ സാറ് ഇവന്റെ ബാഗിൽ കത്തിയൊക്കെ ഉണ്ട്. കത്തിയാ? ആ, അതെന്തിനാന്നാ പറഞ്ഞേ സാറേ? അത് ഈ സ്റ്റേജിലെ സെറ്റാ അല്ല, മുള കെട്ടുമ്പോഴേ ഈ കെട്ടുകയറ് കയറാ അത് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേജ് പണിക്കാരനാ?
നോക്ക് നോക്ക് നോക്ക്. ഏ? അരാപ്പ് അരാപ്പ്. അവൻ്റെ അറതപ്പ് തപ്പ് തപ്പ്. ആ ഇങ്ങോട്ട് മാറുന്നടാ, ഇതെന്താണ് സാറേ? ഇങ്ങോട്ട് മാറുന്നടാ. നിന്നുറാ. സാറേ ഇവിടെ പൊക്കിയ ഷർട്ട് പൊക്കിയ ഷർട്ട് ഞാൻ പൊക്കിയ കള്ളനൊന്നല്ല സാറേ. ഇങ്ങോട്ട് മാറിന്നടാ. അത് കാശാണ് സാറേ. ആഹാ, ഇത് ലോട്ടറി ടിക്കറ്റ് ആണെന്ന് നിന്നോട് ഞാൻ ചോദിച്ചോ? ഇത് കുറേ ഉണ്ടല്ലോടാ. നിന്നെ കണ്ട വല്ല കാശുകാരാണെന്ന് പറയില്ലല്ലോ. അത് ഞാനിന്ന് അഡ്വാൻസ് മേടിച്ച കാശാണ് സാറേ. അഡ്വാൻസ് തന്നെ ഇത്രയും? സത്യം പറ, നീ കള്ളനല്ലേ? സാറേ ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ് സാറേ. എങ്ങനെ? സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. നീ കള്ളു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഷിയാവേ, സാറേ ഇവനൊന്ന് ഊതിച്ച്. ഊതിക്കോ, ഊതറോ. ഓ എൻ്റെ ഉമ്മോ. സാറേ മാറ്റിക്കോ മാറ്റിക്കോ. അവൻ്റെ മുമ്പിൽ നിന്ന് തന്നെ മാറ്റിക്കോ. ഇല്ല മിഷൻ അടിച്ചു കൂടും. ഇവൻ പാവല്ലേ, ഇവൻ തീരെ കുടിച്ചിട്ടില്ല. അവനത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. കുറച്ച് കുടിച്ചിട്ടുണ്ട് സാറേ. ഇല്ലില്ലില്ല, നീ കുടിച്ചിട്ടേ ഇല്ല. കുടിച്ചിട്ടുണ്ട് സാറേ. ഇല്ലെന്ന് പിന്നെ എടുക്കല്ലേ. എന്റെ പേരെന്താണ്? സുരേന്ദ്രൻ. കുറച്ച് കഴിഞ്ഞ് ബഷീർ ആവുക. ഉറപ്പിക്കാലോ ഷിയാവേ? സാറേ ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കാം സാറേ. സുരേന്ദ്രൻ 3 തരം. അപ്പൊ എങ്ങനെ സുരേന്ദ്ര, നമുക്ക് പോവല്ലോ. ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാണ് സാറേ? അതറിഞ്ഞ സംസാരം തന്നെ ഉണ്ടാവുക. എന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളിൽ മറ്റേ ആ സംഭവം ഒന്നുമില്ലല്ലോ. എങ്ങനെ? അല്ല, എന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാനായിട്ട് നിങ്ങളിൽ മറ്റേ അതൊന്നും ഇല്ലല്ലോ. ഏത് വാറണ്ട് ഉണ്ടാ? ഷിയാവേ സാറേ ഇപ്പൊ ഇവിടുന്ന് ഒരു വാറണ്ട് കിട്ടുക? ഹൈ, ഇവന് വാറണ്ട് വേണമെന്ന്. നിന്റെ വീട് എവിടെയാണ്? ചെറായി. ചെറായിലെവിടാ? കടപ്പുറ സൈഡിൽ തന്നെയാണ് സാറേ. നീ കടപ്പിയാ? ഞാൻ എൻ്റെ അച്ഛനും കടലിൽ പോണവർ തന്നെയാണ് സാറേ. എടാ അത് തന്നെയാ ചോദിച്ചേ, നീ കടപ്പിയാന്ന്. ഷിയാവേ, സാറേ ഇവനെ ഒന്നുകൂടെ തപ്പിയ ഇവന്റെ ചില പൊതികൾ കിട്ടാൻ സാധ്യത ഇട്ടാ. സാറേ നിങ്ങൾ ഈ ചെയ്യണം പറയുന്നത് വളരെ മോശമാണ്. നീ പോലീസിനെ പഠിപ്പിക്കുന്നോടാ? നീ കച്ചറക്ക് കഥ വാട സുരേന്ദ്ര. ഞാനൊരു പൗരനല്ലേ സാറേ? ആര്? ഞാനും ഒരു പൗരനാണ് സാർ. ഓ പൗരൻ. ഷിയാവേ സാറേ പൗരൻ. പൗരൻ പൗരൻ ഒരു പൗരനെ ഇങ്ങനെ ഈ രാത്രിയില് ഇവന്റെ മനസ്സിൽ കുറെ ഗൗരവമുള്ള സംഗതികളൊക്കെ ഉണ്ടിട്ടാ. അതിങ്ങോട്ട് പുറത്തോട്ട് പോരാഞ്ഞിട്ടാണ്. മഴയല്ലേ, കാലാവസ്ഥയുടെ ഇരിക്കും. അതിന് ചാൻസ് ഉണ്ട്. കളിയാക്കല്ലേ സാറന്മാരെ? ഒരു പൗരനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അതിനതിൻ്റെതായ വകുപ്പില്ലേ സാറേ? ഷിയാവേ, സാറേ ഒരു ഗ്ലാസ് വെള്ളം കിട്ടൂടോ കുടിക്കാൻ? അതിപ്പോ എന്റെ ചങ്ക് കത്തിപ്പോണെന്ന്. നമുക്ക് തെറ്റുപറ്റി എന്നാണ് തോന്നുന്നത് ഷിയാബേ. എന്റെ ബലമായ സംശയം ഇവൻ വക്കീലാണെന്ന്. ഞാനത് അങ്ങാട് പറയാൻ നിൽക്കരുത്. അതാണ്. നിയമവും വകുപ്പൊക്കെ അരച്ച് കലക്കി കുടിച്ച പോലല്ലേ പറയണത്. ഞാൻ വക്കീലൊന്നല്ല സാറേ, പിന്നെ ജഡ്ജിയാ. 8ാം ക്ലാസ്സുകാരന്. നീ നുണ പറയല്ല സുരേന്ദ്ര, നീ വക്കീൽ തന്നെയാണ്. ഇല്ലെങ്കിൽ IAS. ഒരുമാതിരി ആക്കല്ലേ സാറേ? മര്യാദക്ക് ചോദിച്ചപ്പോ നിയമം പഠിപ്പിക്കാൻ വരുന്നു. പൗരനാണ് പോലും പിടിച്ച് കേട്ടാ വേണ്ടിയില്ലേ? ഓ സാർ കേട്ടിക്കോളൂ സാർ. കയറിക്കടാ, വണ്ടിലോട്ട് കയറി നിന്നോടാ. സാറിന് അപ്പുറം കയറിക്കടാ. ജിത്തുട്ടാ, ദേ ഞാനിതില് 2 കുപ്പി ജീരകവെള്ളം കൂടി വെച്ചിട്ടുണ്ട് ട്ടാ. ഇത് എന്തിനാണ് ചേച്ചി 2 കുപ്പി വെള്ളമൊക്കെ? ഈ തിരുവനന്തപുരം വരെ ഞാനാ ചുമക്കണ്ടേ? ഇട കുടിക്കാനാണ്. കണ്ണി കണ്ട വെള്ളമൊക്കെ കുടിച്ച് വയറിന് വല്ല കേടുവന്നാലേ നാളത്തെ ഇന്റർവ്യൂ തേങ്ങട മൂടാവൂട്ടാ. ചേച്ചി 2 പുറത്തോട്ട് വെച്ചേ. എനിക്ക് ഫയൽ അതിന്റെ അകത്ത് വെക്കാനാണെന്ന്. അതും എടുക്കാൻ. ഓ, അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ മഴയത്ത് വെട്ടാക്കിയാണ്. നമ്മുടെ പറൂക്കവലില്ലേ, അവിടെ ഉണ്ട്. ഞാൻ ബൈക്കായിട്ട് ചെല്ലാന്ന് പറഞ്ഞ ചേച്ചി സമ്മതിച്ചില്ല. അച്ഛൻ പറൂക്കവലയിലുണ്ട്. ഇവൻ എത്ര പെട്ടെന്നാണ് മനസ്സിലായത്. ഞാൻ ഉദ്ദേശിച്ച അവൻ ഇവന്റെ അച്ഛൻ തന്നെയാണെന്ന്. അല്ല, അച്ചാച്ചൻ സാധാരണ എല്ലാവരും അവൻ നല്ല വിളിക്കാറ്. അതൊക്കെ പോട്ടെ, അച്ചാച്ചന്റെ മോനെല്ലാം പഠിച്ച പോയി വല്ല മുട്ടയും മേടിച്ചിട്ട് വന്ന എന്റെ സ്വഭാവം മാറുവട്ടാ. എന്റെ അച്ചാച്ചിനെ എങ്ങനെ എഴുത്ത് പരീക്ഷ ഒന്നുമില്ല. മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ജസ്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ആഹാ, അത്രേ ഉള്ളു. അതിനാണ് നീ ഇത്രയും ദൂരം പോണത്. നിനക്ക് ആ ഫോണിൽ കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? അച്ചാച്ച അങ്ങനെ ഒന്നും പറ്റൂല. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആവും. അപ്പൊ ഈ ശരിക്കും മെയിൻ ഏതാണ്? ഇന്റർവ്യൂ ആണോ പരീക്ഷ? അല്ല, അച്ചാച്ചന്റെ മോൻ പഠിച്ച പഠിപ്പും കിട്ടാൻ പോണ ജോലിയൊക്കെ എന്താണ്? വേറൊന്നുമല്ല, പേരക്കുട്ടി എന്തിനാണ് തിരുവനന്തപുരം പോണെന്ന് ഈ തൊറയിലെ അവന്മാരൊക്കെ ചോദിക്കുമ്പോ എന്താണ് പറയേണ്ടത്? അച്ചാച്ച KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അത്രേ ഉള്ളു. കേരള അത് പറയാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. എന്നാ
IAS സമായിട്ടുള്ള കേരള സർക്കാരിന്റെ ടെസ്റ്റും പോസ്റ്റിംഗും ആണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് പറയാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. അല്ല, ഈ ഇന്റർവ്യൂവും പരീക്ഷയൊക്കെ കഴിയുമ്പോ മോൻ എന്ത് കിട്ടുമെന്ന് പറ. എനിക്ക് ജോലി കിട്ടും. ജോലി കിട്ടുമെന്നൊക്കെ എനിക്കറിയാം. അതിനുള്ള പഠിപ്പും വിവരമൊക്കെ എനിക്കുണ്ട്. ഞാനും 10ൽ പകുതി വരെ പോയതാണ്. 10ൽ പകുതിയാ? എന്നാ അച്ഛൻ 5 വരെയല്ലേ പോയുള്ളൂ? അതല്ലേ പറഞ്ഞത് 10ൽ പകുതി വരെയെന്ന്. നീ ശമ്പളം എത്ര കിട്ടുമെന്ന് പറ. ഒരു ദിവസം കടലിൽ പോണ ആഴ്ച കിട്ടോ? ശമ്പളം ഒരു 75,000 തൊട്ട് ഒരു 1.5 ലക്ഷം വരെ കിട്ടുമോ ചാച്ചാ? എത്ര? ഒന്ന് അച്ചാച്ചന്റെ മോന് ജോലി കിട്ടി കഴിയുമ്പോ അച്ചാച്ചനോട് ചാടിക്കൊള്ളു. ആദ്യം ഒന്നൊന്ന് കിട്ടിക്കോട്ടെ. ആ. എടാ ജിത്തു, ദേ നീ ആ ചാച്ചനെ കൊനിഷ്ടായിട്ടെന്നാലേ നിന്റെ ട്രെയിൻ അങ്ങ് പോവട്ടാ. അതിന് ഇനി സമയമുണ്ട് ചേച്ചി. ദേ മഴ മാറിയിട്ടുണ്ട്, മോനെ ഇറങ്ങാൻ നോക്കിയേ. ചിലപ്പോഴേ അച്ഛൻ വരുന്നുണ്ടെങ്കിൽ മോന് വഴിയിന്ന് കാണാം. ആ, എന്നാ പിന്നെ വൈകാൻ നിക്കണ്ട. അച്ചാച്ചൻ പ്രാർത്ഥിക്കണ്ട്. അച്ചാച്ചന്റെ പൊന്നുമോൻ പോയി ജയിച്ചിട്ടു എന്നിട്ട് വേണം അച്ചാച്ചന് തുടങ്ങാൻ മേളം. ടാറ്റ. ഇംഗ്ലീഷുകാര് SHOമാര് ഓൾ സ്റ്റാഫ് അടങ്ങിയിരിക്കുന്നതാണ്. നിയന്ത്രണം എന്ന് പറയുന്നത് പരമാവധി നടപടിക്രമം പോലീസിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ്. പേര് പറഞ്ഞേ. സുരേന്ദ്രൻ. ഒരക്കെ പറ. സുരേന്ദ്രൻ. സുരേന്ദ്രൻ. ഇൻഷുറൻസ് പറഞ്ഞേ. MP. എംപിയുടെ വയസ്സ് 57. 57. അച്ഛന്റെ പേര് പരശു. ഏ? പരശുരാമൻ. കേരളമൊക്കെ ഉണ്ടാക്കിയ ആളിന്റെ മോനാ. എന്നിട്ട് എങ്ങനെ കള്ളും കുടിച്ച്? വീട്ടുപേര് പറ. മാടന്തുറു. തൊഴില്? സ്റ്റേജ് ടെക്നീഷ്യൻ. ഫിഷർമാൻ. വള്ളത്തിൽ പോകും. ഓ, എവിടെ വെച്ചിട്ടാ സാർമാർ തന്നെ കസ്റ്റഡിയിലെടുത്തേ? പറവൂർ കവല വെച്ച്. പറവൂർ കവല. ഓക്കേ. ഇവിടെ ഒപ്പിട്. ഇവിടെ. എന്തിനാത്? അത് ഇതിനകത്തുണ്ട്. ഇവിടെ തന്നെ ഇവിടെ കൊണ്ടുവന്നതിന് രേഖ വേണ്ടേ? ഒപ്പിട്. എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മാഡം. അത് കള്ളിന്റെ കെട്ടിറങ്ങുമ്പം മനസ്സിലായിക്കോളും. മര്യാദയ്ക്കൊപ്പിട്. ഇവിടെ മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കിയെന്നല്ലാതെ തന്നെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നും ഇതിനകത്തില്ല. മദ്യപിച്ച് ഞാൻ ആർക്ക് ശല്യം ഉണ്ടാക്കി? പിന്നെ ഈ പാതിരാത്രിക്ക് സാറുമാർക്ക് തന്നെയും കെട്ടിയടിച്ച് കിടക്കാൻ വട്ടുണ്ടോ? ഡോ, തന്നെയും കൊണ്ട് മെഡിക്കലൊക്കെ എടുക്കേണ്ടി വന്നില്ലേ? തന്നെയും കയറ്റി സർക്കാർ വണ്ടി ഡീസലും കത്തി ചോടിയില്ലേ കുറെ? ദേ, ഞാനിപ്പോ കുത്തിപ്പിടിച്ച് നീ ചാർജ് ഉണ്ടാക്കുന്നില്ലേ? വാതുറന്ന് പറ. ഇല്ലേ? ഇതൊക്കെ തന്നെയാ പൊതുശല്യം. വലിയ ഡയലോഗ് അടിക്കാതെ ഒപ്പിടാൻ നോക്ക്. സുരേന്ദ്രൻ ഡയലോഗ് അടിച്ചാ? സുരേന്ദ്രൻ ഡയലോഗ് അടിക്കും. സുരേന്ദ്രൻ പെറ്റി മാഡം വിചാരിക്കുന്ന ആളല്ല. സുരേന്ദ്രൻ ഒരു കൊച്ചു സെലിബ്രിറ്റി അല്ലേ? സെലിബ്രിറ്റിയോ? ആ, അത് ഷിയാബ് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആൾ ഒപ്പിടുന്നില്ല. അതൊന്നും ഒപ്പിടാൻ അറിഞ്ഞാട്ടാവും. സുരേന്ദ്ര കൈ കൊണ്ടുവന്നേ. കൈ കൊണ്ടുപോടാ. പറ്റിയതെങ്കിൽ എടുത്തേ. പെട്ടെന്ന് കൊണ്ടോ സെറ്റ്. ചിത്തുട്ടാ, മോനെ ഇറങ്ങിയില്ലേ? അച്ഛൻ സ്റ്റേഷനിലാടാ. റെയിൽവേ സ്റ്റേഷനല്ല, പോലീസ് സ്റ്റേഷനിലാ. ഫോൺ കെട്ടി. അത് ശരി. ആഹാ, അത് കൊള്ളാല. അപ്പം നിനക്ക് ഫോണൊക്കെ ഉണ്ടല്ലേ? ആരെ വിളിച്ചത്? CM-നാണോ അതോ സംസ്കാര വകുപ്പ് മന്ത്രിക്കോ? സത്യം പറഞ്ഞോ? മോൻ വിളിച്ചതാണ് സാറേ. മോനോ? എന്നെ പറഞ്ഞു വിട് സാറേ. പറഞ്ഞു വിടാ സുരേന്ദ്ര. സമയാവട്ടെ. നിന്നെ ഇപ്പൊ വിട്ടാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? കാര്യം നീ കള്ളനോ കൊലപാതകമൊന്നുമല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ അവസ്ഥയിൽ നിന്നെ വിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ നീ എന്തെങ്കിലും ഒപ്പിക്കുകയോ ഒക്കെ ചെയ്താ അത് ഞങ്ങളുടെ തലയിൽപ്പെടും. നേരം വിളിക്കട്ടെ, നിന്റെ ആരെങ്കിലുമൊക്കെ വരട്ടെ. എൻ്റെ സ്വന്തം റിസ്കിൽ നിന്നെ വിട്ടേക്കാം പോരെ. പക്ഷേ അതിന് ചില ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊന്നും ഇവന് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇല്ലെന്നേ. പ്രതിഭയാണ്. ആന്നോ? എന്തോ സെലിബ്രിറ്റി ആണെന്ന് സാർ പറഞ്ഞായിരുന്നു. സ്റ്റേജ് ടെക്നീഷ്യൻ കം സൈഡ് വേഷം. നാടക നടനാണ്. PJ ആന്റണിക്കും കൊട്ടാരക്കലയ്ക്കും തിലകനുമൊക്കെ ശേഷമുള്ള മഹാപ്രതിമയാണ്. ഹൈ പ്രതിഭയാണ്. സുരേന്ദ്ര, നീ ചിരിച്ചേ. ചിരിക്കടാ. അല്ലെങ്കിൽ വേണ്ട, ഇഞ്ചി എന്നൊന്ന് പറഞ്ഞേ. അത് കൊള്ളാല്ല. പറയടാ, ഇഞ്ചി. മനോജ്, ഇങ്ങനെ പേടിപ്പിക്കില്ലടാ. പറയടാ, ഇഞ്ചി. ഞാൻ പറഞ്ഞ സുരേന്ദ്ര, ഇവിടെ നിന്ന് ഇഞ്ചി എന്ന് പറയാണ്ട് നിന്നെ ഇവിടെ നിന്ന് വിടൂല. പറഞ്ഞോ? ഇഞ്ചി. വേണം ഡാൻസ് ആയിക്കോട്ടെ. ചേട്ടൻ ഡാൻസ് കളിക്കോ? രേഖമേടെ ആരോടാണ് ചോദിക്കുന്നത്? ഒരു നല്ല നടൻ, ഒരു നല്ല നർത്തകൻ കൂടിയായിരിക്കും. ഇനിയെങ്കിലും എന്നൊന്ന് പറഞ്ഞു വിട്.
ഇനി ഞാൻ സാറന്മാരുടെ കാല് പിടിക്കണോ? വേണമെങ്കിൽ അതും ചെയ്യാം. ഏയ് കലാകാരന്മാരാരെയും കാല് പിടിക്കാൻ പാടില്ല. നീ കാലൊന്നും പിടിക്കണ സുരേന്ദ്ര. നീ നല്ലൊരു ഡാൻസ് കളിച്ചു, ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിയാ ഞാൻ നിന്നെ വിട്ടേക്കാം. പോരെ, ഇനി എന്തു വേണം? ഡാൻസ് ഏതാന്ന് പറ. ആ അങ്ങനെ വഴിക്കുവാ. എനിക്ക് പോണോല്ല, ഞാൻ പെട്ടുപോയല്ല. ആണ് കുടിച്ചോണ്ട് തന്നെയാണ്. നമ്മളൊക്കെ കുടിച്ച അത് വലിയ കുറ്റം തന്നെയാണ്. നിങ്ങളെന്നെ കളിപ്പിക്കണമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ കളിക്കും. എൻ്റെ കൊച്ചിനെ യാത്രയാക്കാനായിട്ട് പോണമെന്നുണ്ടേ. പാട്ട് ഏതാണ്? തുടങ്ങിക്കോ 2, 3, 4. മോനെ സുരേന്ദ്ര, ഇതൊന്നും പോരാ, അങ്ങടെ ഇളകട്ടങ്ങട്. അയ്യോ അച്ഛാ. ഓ അതിന്റെ ഫ്ലോ പോയി. നീ അതിനിടക്ക് മോനെ വിളിച്ചു വരുത്തില്ലടാ. മോൻ പോയില്ലേ? ടൈമായില്ലേ? ഇതെന്താ അച്ഛത്? മുണ്ടവിടെ നടാ. ഹേയ് അച്ഛനെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. കുടിച്ചിട്ട് നിക്കണാണ്ടപ്പ സാറന്മാര്. നിന്റെ അപ്പനെ കൂട്ടാൻ വന്നാ? ഷിയാവേ, സാറേ ഇവനെ കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ട് വിട്ടോ. സാർ ആ ഇതൊക്കെ എന്താണ് സാറേ? എന്ത്? ഇവിടെ നല്ലൊരു കലാപരിപാടി ഇടയ്ക്കായിരുന്നു, നീ വന്നത് കൊളാക്കി. എൻ്റെ അച്ഛനെ കസ്റ്റഡിയിലെടുത്ത് എന്തിനാന്ന് ഞാൻ ചോദിക്കാനുള്ള. പക്ഷെ എൻ്റെ അച്ഛനിങ്ങനെ മുണ്ടില്ലാതെ തമാശ കളിപ്പിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഷിയാബേ, സാറേ ഇവ സുരേന്ദ്രന്റെ മോൻ തന്നാട്ടാ. നിയമമൊക്കെ നല്ല അസലായിട്ട് അറിയാം. നിന്റെ അച്ഛൻ മുണ്ടില്ലാണ്ട് ഡാൻസ് കളിച്ചത് നിനക്ക് ക്ഷയമായി പോയടാ. തന്തടിച്ച് പൂക്കുറ്റായി റോഡിൽ ഇഴയുന്നതിന് അവരൊരു കുറച്ചിലുമില്ല. സർക്കാർ മുക്കിന് ബിവറേജ് ഔട്ട്ലെറ്റ് തുറന്നു വെച്ചാക്കണതേ കുടിക്കാനല്ലാതെ പിന്നെ കുളിക്കാനാണ് സാറേ. അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. എൻ്റെ അച്ഛൻ കുടിച്ച ഏതറ്റം വരെയും പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എൻ്റെ അച്ഛൻ കുടിച്ച് കുഴപ്പമുണ്ടാക്കേ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ആര് തന്നു എന്നാണ് എൻ്റെ ചോദ്യം. ജിത്തുട്ടാ, അവര് പൊക്കോളാൻ പറഞ്ഞില്ലേ, മറ്റതൊക്കെ വിട്ടേക്കടാ. അച്ഛനൊന്നും ഉണ്ടായിരുന്നേ. എനിക്ക് നല്ല വിഷമമുണ്ട്, അച്ഛനുണ്ട്. ഇല്ല നീ അച്ഛൻ പറഞ്ഞ പോലെ പോകാൻ നോക്ക്, അല്ലേ ഷോ ഒന്നും കാണിക്കണ്ട. എടാ ഒച്ചേ, നിന്റെ അപ്പനെ എവിടെ ആരും കെട്ടിത്തൂക്കുവോ? ഉരുട്ടൊന്നും ചെയ്തില്ലല്ലോ. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇത്ര ഡാൻസ് കളിപ്പിച്ചാണോ നീ? ഫ്രണ്ട്ലി ആയിട്ട് മേഡത്തിന്റെ അച്ഛനോടെ കൊണ്ടുവന്ന് തുള്ളിയിലടുത്ത് ഡാൻസ് കളിപ്പിക്കോ? പഴയതാ സാറേ, ഇമാര് വിരട്ടൊക്കെ കുറെ ഔട്ട്ഡേറ്റഡ് ആയി. ഇപ്പോഴും മാരി പോലീസ് കളിക്കാൻ ഉള്ളിപ്പണ്ടാ സാറേ. ഇവനോടൊന്നും മര്യാദ വേണ്ട, തന്തേ വിട്ടോ, ഇവനോടെ കിടക്കട്ടെ. സാറേ, മിണ്ടിയ തല്ലൂന്ന് പറഞ്ഞില്ലേടാ. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന വകുപ്പുകളൊക്കെ എഴുതി ചേർത്തോ? സാറേ സോറി സാറേ, ഇവൻ അറിവില്ലാത്തോണ്ട് പറ്റിയതാണ്. ഇവനൊന്നൊരു ജോലിയുടെ ആവശ്യത്തിന് തിരുവനന്തപുരം വരെ പോണ്ടാണ്. ഒരുപാട് ടെസ്റ്റ് എഴുതിയിട്ടൊക്കെ കിട്ടണതാണ് സാറേ. അത് പോയില്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റ് എഴുതിയിട്ടും തേങ്ങ ഉടച്ചിട്ടൊക്കെ തന്നെയാ ഞങ്ങളും സർക്കാർ സർവീസിൽ കയറിയിരിക്കുന്നത്. അവരെ റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്തവൻ സർക്കാർ സർവീസിൽ കയറണ്ട. അതല്ല സാർ, ഇനി മിണ്ടിയാ നീന്തൽ പഠിക്കും. ആ ഷിയാബേ, ഇവനിനി എത്ര കരഞ്ഞ് നമ്പർ ഇറക്കിയാലും നാളെ ഞാൻ വരാണ്ട് ഇവന് വിടണ്ട. ആ സാറേ, എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാൻ സാറേ. ഓ സാറേ, ജിത്തൂട്ടനോ? ഉള്ളിലാ സാറേ, കൊച്ചിനെ ഇറക്കാൻ വന്നതാ. വക്കീലുണ്ട്. സാർപ്പം എത്തും. ഓൺ ദ വേയാ. അച്ഛനെ അവർ ഉപദ്രവിച്ച? ഏയ് ഇല്ല. ജിത്തൂട്ടനെയോ? അവന്റെ ഇന്റർവ്യൂ, അതിനി സെക്കൻഡ് ചാൻസ് ഉണ്ടാ? നമുക്ക് യോഗമില്ല അച്ഛ. നമുക്കല്ല, അവനല്ലേ യോഗമില്ലാണ്ടായത്. ഞാൻ
കാരണം സാറാണ്. നോക്കിക്കേ. അല്ല ഇതെന്താ? ഇന്നലത്തെ പയ്യന്റെ ഓ ഒറ്റക്കേ വന്നുള്ളൂ? നികുതി അടച്ച കടലാസൊക്കെ ഉണ്ടാ? എന്നെയും കൂട്ടിയാ വന്നത്. ഇരിക്ക്. താങ്ക് യു. വക്കീലാണ്. ആ ചെക്കൻ്റെ ചാർജ് ഷീറ്റ് എടുക്ക്. ഇവരിന്നലെ ഇവിടെ നടത്തിയ പുകിലൊന്നും വക്കീൽ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അറിഞ്ഞു. വലിയ വിഷമം തോന്നി. നിങ്ങളൊക്കെ ഒരല്പം മനുഷ്യത്വത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരന് നല്ലൊരു ഭാവി ഉണ്ടാവുമായിരുന്നു. അവരുടെ കുടുംബത്തിലും ആ തുറയിലും അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടാവുമായിരുന്നു. അല്ല അതിനിപ്പോൾ നമ്മളെന്താക്കിയെന്നാ മനസ്സിലായില്ല. കേസിൻ്റെ എല്ലാ ടെസ്റ്റും നല്ല റാങ്കോട് കൂടിയാണ് ആ കുട്ടി പാസ്സായത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നടക്കുന്നൊരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പോസ്റ്റിംഗ് ഉറപ്പായിരുന്നു. അതിപ്പോൾ ഇല്ലാതായി. അല്ല അതൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ലേട്ടാ. പറ്റി ആ ചെക്കനെ ഇറക്കി വിട്ടോ. മനോജേ ഞങ്ങളായതുകൊണ്ടാ. പോട്ട്. പോട്ടെ. അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? വക്കീലെന്താ ഇവരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ പ്ലാൻ ഉണ്ടാ പോലീസിനെതിരായിട്ട്? എടുത്താൽ നിൽക്കുന്ന കേസ് തന്നെ. പക്ഷേ ഈ പാവങ്ങളൊന്നും അതിന് മുതിരത്തില്ല. കേസ് നടത്താൻ അവരുടെ കയ്യിൽ കാശും കാണില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. സുരേന്ദ്രനെ സാർ അസമയത്ത് കണ്ടതു മുതലാണ് ഇതിൻ്റെ എല്ലാം തുടക്കം അല്ലേ? ചുമ്മാ കണ്ടതാണോ? കാണുമ്പോൾ അവൻ്റെ കോലം എന്തായിരുന്നു ചോദിക്കും. കോലം സാറു നോക്കിയേ, എൻ്റെ തൊലിയും കറുത്തിട്ടാണ്. ഏതാണ്ട് ഈ സുരേന്ദ്രൻ്റെ നിറം. ഞാനും ഇവരെപ്പോലെ തന്നെ കടപ്പുറം പരിസരത്താണ് ജീവിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വക്കീലാണെന്ന് സാറിന് അറിയത്തില്ല. എന്നിട്ടും എന്നോട് സാർ ഇരിക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാ? എൻ്റെ അലക്കി തേച്ച കുപ്പായം, പാൻസ്, കണ്ണട, ജനുവിൽ ലെതർ ബാഗ്. അപ്പോൾ വസ്ത്രത്തിനും ഒരു രാഷ്ട്രീയമുണ്ടല്ലേ? വക്കീലിനിപ്പോൾ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, പറഞ്ഞു പോകുന്നതാ. അതാണ്ടേ ആ ചിത്രം, അർദ്ധനഗ്നനായ ഫക്കീർ, ആ ഫോട്ടോ കുറഞ്ഞ പക്ഷം ഒരു കാര്യമെങ്കിലും നമ്മളെ പഠിപ്പിക്കും. വസ്ത്രം നോക്കി അദ്ദേഹത്തെ വില കുറച്ച് കണ്ടവരൊക്കെ പിന്നീട് ചമ്മിപ്പോയിട്ടുണ്ട്. അങ്ങനെ നാട്ട് ജിത്തു മോനെ മോനെ മനോജേ ആ പേനെടുത്തു. എങ്ങനെ എഴുതി തുടങ്ങണം എന്നെനിക്കറിയില്ല. പക്ഷേ എഴുതാതിരുന്നാൽ എന്തിനു ഞാൻ എന്നൊരു ചോദ്യം. ജീവിതത്തെ വലിയ രീതിയിൽ അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരാത്മഹത്യാക്കുറിപ്പിൽ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞാനും അവസാനിക്കുകയാണ്. കടൽ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഒച്ചയടക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് കടൽ കരയുന്നത്. എന്നെപ്പോലൊരുവര് തിരിഞ്ഞു നടക്കാൻ ഇതിലും നല്ലൊരിടമില്ല. അച്ഛനും അച്ചാച്ചനും ചേച്ചിയും എന്നോട് പൊറുക്കണം.
നിത്തൂട്ടാ മോനെ എടാ വേണ്ടടാ നിത്തൂട്ടാ വേണ്ട വേണ്ട എന്റെ കൊച്ചിനെ കൊണ്ടുപോകുന്നു തള്ളേ. നീ ഇത് കാണിക്കണം, നീ ഇത് തന്നെ ചെയ്യണം. നിനക്ക് അങ്ങോട്ട് പോയാ മതിയല്ല. നിനക്ക് നിനക്ക് ഞങ്ങ ആരുമല്ലല്ല. സോറി ചേച്ചി, സോറി. സോറി ഇല്ല. എന്തിനാടാ പൊന്നെ, ആ ജോലി പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണാടാ നമ്മ ഇത്ര കാലം ജീവിച്ചത്. ഓരോന്ന് ചോദിക്കല്ലേ ചേച്ചി, എല്ലാ കുട്ടും മടുത്തപ്പ. ആ ജോലി പോണെങ്കിൽ പോട്ടറാ. 1.5 ലക്ഷം രൂപ എന്നൊക്കെ കേട്ടപ്പോ ഞാനൊന്ന് വിപ്രം ചിരിച്ചെന്നുള്ളത് നേരാണ്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ഈ അച്ചാച്ചന്റെ അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. നീയും കുറക്കരുത്. എടാ അഹങ്കാരം കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെയൊക്കെ ആളുകളെടുത്ത് കുടഞ്ഞ് തോളത്തിടൂടാ. എതിരെ വരുന്നതിന് പുറംകാലിന് തട്ടിത്തെറിപ്പിച്ച് ജീവിക്കാനുള്ള അഹങ്കാരം ഉണ്ടാവണം. അല്ല നിന്റെ തന്തനെ പോലല്ല. ശരിയാച്ച, ഞാൻ ഒരു കൊള്ളരാത്തവനായോണ്ടാ എന്റെ മോനിങ്ങനെ. എന്റെ കുടി നാണക്കേട് കൊണ്ട് പോയി ചാകേണ്ടത് ഞാനാണ്. ഓ ചാകൽ എന്തോ മുന്തിയ പരിപാടിയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്കൊന്നിനും വയ്യായി എന്ന് പറഞ്ഞ് തലേ കയ്യും വെച്ച് ഒഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. എടാ ആരാണെന്ന് ചോദിച്ചാലേ നിന്റെ അച്ഛനാടാ എന്ന് പറയാനുള്ള തൻ്റെയോട് എൻ്റെ അച്ഛനും ഈ തുറയും എന്നെ പഠിപ്പിച്ചതും ഞാൻ നിന്നെ പഠിപ്പിച്ചതും. എന്നിട്ട് നീ ചെന്ന് പെട്ടത് എവിടെയാണ്? നിന്നെ തല്ലണം. എടാ നീ കള്ളു കുടിച്ചതും പോലീസ് പിടിച്ചതൊക്കെ പോട്ടെ, നിന്നോട് തുണിയില്ലാതെ നിന്ന് തുള്ളാൻ പറഞ്ഞപ്പോഴേ നിന്റെ അച്ഛനെ പോയി വിളിച്ചോണ്ട് വാടാ എന്ന് നീ പറയണമായിരുന്നു. ഒരു കാര്യമില്ലാണ്ട് എൻ്റെ കൊച്ചിനെ തല്ലിയപ്പോ അടിച്ചവൻ്റെ മോന്തായം പൊളിക്കണമായിരുന്നു. അന്നേരം അതിൻ്റെ പേരിൽ എന്തെങ്കിലും വരുമോ ദൈവേ എന്ന് പേടിച്ചുന്നാലേ ഇതല്ല, ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും. മുമ്പ് റിസ്ക് എടുത്തു. നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. ഈ നാണം കെട്ടവന് വേണ്ടി അവിടെ അത്ര ഉശിരി നീ കാണിച്ചില്ലേ, അത് അച്ചാച്ചൻ്റെ ചോര ഗുണം. അതിൻ്റെ പകുതി ഉശിരി മുതുക്കൻ തന്ത കാണിച്ചിരുന്നെങ്കിലാ. എടാ എല്ലാവർക്കും ഒരു ദിവസം മരണം വരും. പക്ഷെ അത് ജീവിതത്തിൽ ഭയന്ന് ജീവിക്കാനുള്ളൊരു കാരണമല്ല. മുട കാണിച്ചു വരുന്ന ഭയങ്കരം ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് കൊല്ലും. പക്ഷെ അവൻ്റെ മുമ്പിലേ നെഞ്ചും പിരിച്ച് കൈയും ചുരുട്ടി കേറി നിന്നാലുണ്ടല്ലോ, അവൻ 1,00,000 പേരെ കൊന്നിട്ട് വരുന്ന ഹിറ്റ്ലർ ആണെങ്കിലും 1/2 സെക്കൻഡെങ്കിലും ഒന്ന് പകയ്ക്കും. ആ 1/2 സെക്കൻഡ് കൊണ്ട് അവൻ്റെ പണ്ടം കുത്തി താഴെ ഇട്ടിട്ട് അടുത്ത വണ്ടിയും വിളിച്ചിങ്ങോട്ട് പോരണോടാ. എവടാ ഞാനിത് ആരോടാണ് ഈ പറയണത്? അങ്ങനെയൊന്നും അല്ല അച്ഛാ, അങ്ങനെയൊന്നും അല്ല. എങ്ങനെയൊന്നും അല്ല. അങ്ങനെ എങ്ങനെ? നാടകക്കാരന് നട്ടല്ലുണ്ട്. ഓഞ്ഞ നാടകത്തിനും മുളയിൽ വലിഞ്ഞേറി ഫ്രെയിം കെട്ടണ സെറ്റ് പണിക്കാരന് നല്ല കയ്യുറപ്പും നെഞ്ചുറപ്പും ഉണ്ട്. ആ അച്ഛനോട് പൊറുക്കണ പോലെ. അച്ഛന് തെറ്റു പറ്റി പോയടാ മുത്ത. എന്റെ പൊന്നു പോലെ അച്ഛനോട് പൊറുക്കണ. അമ്മ എന്തി? അമ്മ വിളമ്പി തന്നാലേ കഴിക്കൂ. അമ്മ എന്തിയെന്നല്ലേ ചോദിച്ചുള്ളൂ. പിന്നെ പതിവില്ലാതെ നീ എന്നെ ഊട്ടാൻ ഉത്സാഹിക്കുന്നതിൽ ഞാൻ എന്തോ ദുരുദ്ദേശം മണക്കനുണ്ട്. കറക്റ്റ്. എൻ്റെ അച്ഛാ, 2 വട്ടം നീറ്റ് എക്സാം എഴുതി ഞാൻ പൊട്ടിയില്ലേ. ഇനിയെങ്കിലും തോറ്റ എന്നെ കെട്ടിച്ചു വിടണം. നിന്നേക്കാളും വലിയ പെരുങ്കള്ളികളെയും കള്ളന്മാരെയും ഓരോ ദിവസം കാണുന്നവനാ ഞാൻ. നിനക്കിപ്പോൾ എന്താ കല്യാണം കഴിക്കാനായിട്ട് ഇത്ര അപ്രാളം? കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ലച്ചാ, ഈ പഠിപ്പൊന്ന് അവസാനിച്ച് കിട്ടണ്ടേ. LKG മുതൽ കൂടെ കൂടി ഈ മാരണത്തിന് വയസ്സ് 23 ആയിട്ടും ഒരു അവസാനം ഇല്ലെന്ന് വെച്ചാ. എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നീ കാണിക്കുന്ന ഈ പാതി ബുദ്ധി ഉപയോഗിച്ചിരുന്നെങ്കിൽ നിനക്ക് എപ്പോഴേ നീറ്റ് എഴുതി മെഡിസിൻ അഡ്മിഷൻ കിട്ടിയാനേ. എന്തായാലും കാശ് കൊടുത്ത് നിന്നെ മെഡിസിൻ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നെങ്കിൽ പഠിച്ചെഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് മെഡിസിന് കയറണം, ഇല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും സർക്കാർ സർവീസിൽ കയറണം. എന്നിട്ട് മതി കല്യാണം. അച്ചു, ഇപ്പം അച്ഛൻ പറയാമെന്ന് വളരെ സീരിയസ് ആയിട്ടാണ്. ഇനിയുള്ള കാലത്ത് കരിയറിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാത്ത പെൺകുട്ടികൾക്ക് എവിടെ ഒരു വില ഉണ്ടാവില്ല.
അതാരാ നോക്ക്. പിള്ള സാറിന്റെ വീടല്ലേ? അതേലോ, അച്ഛനുണ്ട്, വരൂ. മോള ഒറ്റ മോളാ. മതിയിലോ പഠിക്ക? BSc ഫൈനൽ, ഒപ്പം നീറ്റും. മിടുക്കി, നന്നായി പഠിക്കണോട്ടാ. ദേ ഇരിക്കുന്നു പിള്ള സാറ്, എന്ത് സഹായിച്ച ചോദിച്ചോ? നീ എന്താടാ ഇവിടെ? ഒന്നുമില്ലടാ. ആ, നീ കഴിച്ചോണ്ടിരിക്കായിരുന്നു. നീ കഴിച്ചോ? ഞാനിവിടെ ഇരുന്നോളാ. അച്ഛന്റെ ഫ്രണ്ടാ? കയറി പൊടിയാത്ത. നീ എന്താടാ മുട്ട കാണിക്കാൻ വന്ന? വേണ്ട, നിനക്കാള് തെറ്റി രാജേന്ദ്ര. തെറ്റിയത് നിനക്കാണ്. രാജേന്ദ്രനല്ലടാ പൊട്ട, സുരേന്ദ്രൻ, ചെറായി, കടപ്പി. നിനക്കെൻ്റെ ഡാൻസ് കാണണ്ടേ? ആ കാവാലി ഡാൻസ് ഞാൻ അടിച്ചു പൊളിക്കാല. അന്നത്തെ പോലല്ല, ഞാനിപ്പോൾ നല്ല ഫ്ലെക്സിബിളാണ്. പൊളിക്കട്ടെ? ഗുണ്ടയാ? കയറി പൊടിയാത്ത. അവരവിടെ നിൽക്കട്ടെ. ദേ, കുടുംബ സദസ്സുകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഞാൻ ആലോചിക്കണതേ. നീയും എൻ്റെ കുടുംബത്തെ തൊട്ടാണല്ലോ കളിച്ചത്. നിനക്ക് കിട്ടിയൊന്നും പോരടാ. എനിക്ക് കിട്ടിയോടത്തോളം തൃപ്തിയായിരുന്നടാ. പക്ഷേ നിനക്ക് ഞാൻ തിരിച്ച് തന്നില്ലല്ല. നീ കൊടുത്തതിൽ മനസ്സ് നിറഞ്ഞ് എൻ്റെ ചെക്കൻ പോയി കടലിൽ ചാടി ചാകാൻ. പക്ഷേ ചത്തില്ല, ചത്തിട്ടില്ലടാ എൻ്റെ മോൻ. ശിവേട്ടാ, എന്താ ഇതൊക്കെ? ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവൻ ആ ചെറായി കടപ്പുറത്തുള്ളയാ. മെനഞ്ഞ രാത്രി കള്ളുടിച്ച് പൂസായിരുന്നവനെ നൈറ്റ് പെട്രോൾ സമയത്ത് ഞങ്ങളൊന്ന് പൊക്കി. അതിൻ്റെ ഒരുക്കാ മര്യാദക്ക് ഇറങ്ങിപ്പോക്കോ. സ്വയം കുത്തിച്ചാകണോ അതോ വല്ലോൻ്റെയും കൈ കൊണ്ട് ചാകണോന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കണ ഒരുത്തനെ നീ പേടിപ്പിക്കാൻ നോക്കണാണ്. എടാ, കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ കുടുംബത്ത് നടന്ന ദുരന്തങ്ങൾക്കും മേലെ ഇനി എൻ്റെ ജീവിതത്തിലൊന്നും വരാനില്ലടാ. അഭിമാനം അതുണ്ടല്ല, അത് കാക്കിയിട്ടോനായാലും കയ്യിലെടുത്തോനായാലും സൂട്ടിട്ട പെർമാണിക്കാണെങ്കിലും ഒരുപോലെയാണെന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കി തരും. നാണം കെട്ട് തല മണ്ണി മുട്ടിപ്പോയി ഒരുത്തൻ എന്തൊക്കെ ചെയ്യൂന്ന് നീ കാണാൻ കിടക്കണുള്ളൂ മോനെ ശിവാനന്ദ. അപ്പോ ഞാനങ്ങടെ ഇറങ്ങണാണ് ശിവാനന്ദ. നീയേ ഈ നീറ് എന്ന് പറയണ ഉറുമ്പിനെ കണ്ടിട്ടുണ്ട? അത് കടിച്ചു കഴിഞ്ഞ ആട്ടിയാലും തട്ടിയാലും കടി വിടൂല. അതിനെ കൊല്ലേണ്ടി വരും. കൊന്നാലും അതിൻ്റെ ആ കൊമ്പും നീറ്റല്ല ഇങ്ങനെ കിടക്കും കടിക്കണോടത്തേ. അതുപോലെ ഞാൻ കടി വിടണമെങ്കിൽ നീ എന്നെ കൊല്ലണം ശിവാനന്ദ, അല്ലെങ്കിൽ നീ കുറേ നീറും. കടിക്കടാ. ഞാൻ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തു പോകാൻ വന്നാലേ ഒട്ടും പ്രിപ്പയർഡല്ല. അച്ഛനെന്താ അയാളെ കസ്റ്റഡിയെടുക്കായിരുന്നത്? അയാളെ വിടാൻ പാടില്ലായിരുന്നു. നീ ഒന്നും മിണ്ടാതിരുന്നേ ശിവേട്ടാ. ഇതിന്റെ മുന്നും പിന്നും ഒന്നും എനിക്കറിയില്ല. എന്നാലും കണ്ടെടുത്തോളം ഞാൻ പറയാ, ശിവേട്ടൻ അയാളുടെ പിറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും നോക്കാനില്ലാത്തൊരുത്തന്റെ ഒടുക്കത്തെ ധൈര്യമുണ്ട് അയാൾക്ക്. അയാൾ എന്ത് ചെയ്യും? വീട്ടിൽ വെച്ച് വയലൻസ് വേണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നത്. പിന്നെ എന്നെ വീട്ടിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുത്താലേ അതിലും വലിയ നാണക്കേടുണ്ടോടി. പിന്നെ അവൻ ഇനി അവൻ തുപ്പും, ചോര തുപ്പും. ശിവാനന്ദ, ബോറടിക്കണടാ. ഇതുകൊണ്ടൊന്നും തീരൂലാട്ടാ. നീ കൊറേ പാടുപെടും. മതി 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 മതി, ഒഴിവാക്ക്. കൊടുക്കണവനിട്ട് അവന് പോലീസുകാരെ പുല്ല് വിലയാ. വാ 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 വാ. തല്ലുകൊണ്ട് തീരണ്ടെങ്കിൽ മിണ്ടാതിരിടാ. ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ഇവൻ എന്നെ കൊല്ലണം. എന്നെ പൂട്ടിട്ട് തല്ലാന്നാ ഇവൻ കരുതിയത്. ഞാൻ നിന്നെ പൂട്ടിരിക്കണ ശിവാനന്ദ. കേട്ടില്ലേ? അവൻ പറഞ്ഞത് ശരിയാ സാറേ, ഇതൊരു പൂട്ടാ, നമ്മൾ കൊടുങ്ങും.
അല്ലെങ്കിൽ സാർ ഇവന്റെ പേരിൽ ഒരു ചാർജ് എഴുതി അറസ്റ്റെങ്കിലും രേഖപ്പെടുത്തും. ഈ വൃത്തിയേട്ടൻ എന്തോ കണക്കൂട്ടിയിട്ടുണ്ട്, നമ്മൾ പെടുവേ. ശിവാനന്ദ, നീ എന്നെ ഇതിനകത്തിട്ട് തീർത്താലും നിനക്ക് പണി വരും. മനസമാധാനത്തോടെ 1/2 കിലോ തക്കാളി വാങ്ങാൻ പോലും നീ പുറത്തിറങ്ങി നടക്കാൻ പേടിക്കും ശിവാനന്ദ. ആരെയാടാ നീ പേടിപ്പിക്കണേ? 23 വർഷമായടാ ഞാൻ ഈ യൂണിഫോമിൽ കയറിയിട്ട്. നീ എന്നെ എന്ത് ചെയ്യുന്നടാ? കൊല്ലും. അല്ലാതെ നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊട്ടും പേടിയില്ല. നീ കാരണം, എൻ്റെ പേടി കാരണം എൻ്റെ കുഞ്ഞ് ചാകാനെടുത്ത തീരുമാനമുണ്ടല്ലോ. എൻ്റെ അച്ഛൻ കടലിൽ നിന്ന് അവനെ കോരിക്കൊണ്ടുവന്നത് ഞാൻ കണ്ടു നിന്ന നിമിഷമുണ്ടല്ലോ, അതിനോളം വലുതല്ലടാ എനിക്ക് മരണം. ഞാൻ നിന്നെ കടിച്ച നീറ്റുറുമ്പാണ് ശിവാനന്ദ. എന്നെ കൊല്ലാതെ നിന്നെ വിട്ടു ഇല്ലടി, ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഒരു കോഫി മാത്രം വാങ്ങി നിന്നെ വീട്ടിൽ ഇവിടെ ഇരിക്കുക. ശംഭോ മഹാദേവ ശബരിമല വാസ അമ്മേ നാരായണ മോനെ ഒരു ചായ. മധുരം വേണ്ട കേട്ടോ. ഐ കുട്ടൻ കേട്ടില്ലാന്നുണ്ടോ? അതെ, ഒരു ചായ ഇങ്ങോട്ട് വരൂ കേട്ടോ, വിത്തൗട്ട്. ഐ ഇത് കേട്ട ലക്ഷണില്ലല്ലോ. അപ്പൂപ്പ, ഒരു ടേബിളിൽ സർവീസ് ഇല്ല, സെൽഫാ, നമ്മൾ തന്നെ പോയി വാങ്ങണം. ഓ ശിവ ശിവ, വയസ്സന്മാരെ കഷ്ടത്തിലാക്കണ ഓരോരോ പരിഷ്കാരങ്ങളെ ഒന്ന് എഴുന്നേക്കണമെങ്കിൽ തന്നെ. അയ്യോ അയ്യോ, സൂക്ഷിച്ച്. അപ്പൂപ്പൻ എവിടെ ഇരുന്നോ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. ആ നിക്ക 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 നിക്ക, കാശ് കൊണ്ടുപോയിക്കോളാ, വെറുതെ വേണ്ട. ശരി. ഹലോ വിക്രമ. ആ പറമുത്തു. അത് തന്നെയല്ലേ മായാവി? അതെ. എത്രയും പെട്ടെന്ന് കുപ്പിയിലാക്കി ആ ഇടറോഡിലുള്ള ആക്സിസ് ബാങ്കിന്റെ ATM കൗണ്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ആയിക്കോട്ടെ. അവിടെ അച്യുതം വക്കീലിന്റെ ഒമനിയിൽ നോനും ഭദ്രനും ഉണ്ടാകും. ഇത്രയും കഷ്ടപ്പാടിന്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. കുറച്ച് കുരുടാൻ കയ്യിൽ കരുതിയിരുന്നെങ്കിലേ ഈ ചായയിൽ അങ്ങോട്ട് കലക്കാൻ മതിയായിരുന്നു. ഓ ഓവറാക്കല്ലേ മുത്തു. നമുക്ക് വേണ്ടത് മായാവി അല്ല, മായാവിയുടെ വടിയാണ്. മനസ്സിലായി മനസ്സിലായി. കൂടുതൽ അങ്ങോട്ട് പഠിപ്പിക്കണമെന്നില്ല. ഓ പഠിപ്പിക്കണ ഒരാള്. നല്ല ചൂടുണ്ട്, ഇവിടെ വെക്കാം. എവിടെ വെച്ചോളൂ. മോൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദാ ബാക്കി ക്യാഷ്. അയ്യോ ബാക്കിയൊന്നും വേണ്ട, കയ്യിൽ വെച്ചോളൂ. മുട്ടായി വാങ്ങാലോ? അയ്യോ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും ഈശ്വരാനുഗ്രഹം ആവോളം ഉണ്ടാവും കേട്ടോ. അല്ല എന്താ ഈ സുന്ദരിക്കുട്ടിയുടെ ഒരു പേര്? അച്ചു. അച്ചുട്ടി എന്താ ചെയ്യണത്? PG ചെയ്യാ. ഓ അതും ചെയ്യും. ഒപ്പം മെഡിക്കൽ എൻട്രൻസ് കിട്ടുമെന്ന് നോക്കണുണ്ട്. അതിനിപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയാ മതിയല്ലോ. ഇന്നതിന്റെ ഒരു എക്സാം ഉണ്ടേ, ഉച്ചയ്ക്ക് 2 മണിക്ക്. ഓ അപ്പൊ മണി എത്രയായി? ഓ മണി 11:30 ആയുള്ളൂ. ഓ കുറച്ച് നേരത്തെ അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. ഒരു ഫ്രണ്ട് വരും, ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് പാന്ന് കരുതി. ഇവിടെ അടുത്ത എക്സാം സെന്റർ. അതേതായാലും നന്നായി. എന്തായാലും കുട്ടിക്ക് വിജയം ഉറപ്പാട്ടോ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പൂപ്പൻ എന്താ ചെയ്യണേ? അപ്പൂപ്പൻ ഏതോ ഒരു വലിയ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അപ്പൂപ്പൻ. ഏതമ്പലത്തിലെ? ഏതമ്പലത്തിലെ ആവും? തൃക്കുടി ശ്രീ മഹാദേവ. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. മിടിക്കാട്ടോ, 10 തലയാ തനി രാവണി. ഞാനും അമ്മയും ഇടയ്ക്കൊക്കെ അവിടെ തൊഴാൻ വരാറുണ്ട്. ഓ കണ്ട് നല്ല ഓർമ്മ ഉണ്ടാവും. എത്ര കാലായി ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് വഴിപാടും കർമ്മങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരേക്ക് മെഴുകണത്. ഓ വലിയ പാട് തന്നെ. കടലിൽ പോവാൻ അത്രക്ക് പാടില്ല. അച്ചൂട്ടിയെ എന്തോ ഈ ഫോണിൽ ഒന്ന് ഗുൾഗുളു പ്ലേ ചെയ്യാൻ പറ്റുമോ? എന്താ? ഈ ഫോണിൽ ഇങ്ങനെ കുത്തിയിട്ട് പടമൊക്കെ വരച്ചിട്ട് മറ്റുള്ളവർക്ക് കാശ് അയച്ചു കൊടുക്കുന്ന ഒരു മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഗൂഗിൾ പേ. അതന്നെ. അയ്യോ അപ്പൂപ്പ, അത് ഇതില് പറ്റില്ല. അതിന് ആൻഡ്രോയിഡ് ഫോണോ സ്മാർട്ട് ഫോണോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പൊ ഇതിലടക്കില്ല. ചതിച്ചൂലോ ശിവന്. എന്തു പറ്റി? എന്റെ കീഴ്ശാന്തിക്ക് ഒരു 5000 ഉറുപ്പ്യ അങ്ങോട്ട് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നേ. 5000 രൂപ കാശായിട്ട് കയ്യിലിരിക്കണില്ലാത്തോണ്ട് ഇതിലങ്ങോട്ട് കുത്തിയിട്ട് അയക്കാന്നാ കരുതിയത്. ഇനിയിപ്പോ അത് നടക്കില്ല വെച്ചാല് എന്താ ചെയ്യണത്? മറ്റേ കാർഡുണ്ട്. അപ്പൊ ക്യാഷ് എടുത്ത് കൊടുക്കണേ നല്ലത്. അതെ, പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ ഈ കാർഡിട്ട് കാശ് എടുക്കണത് ചൂണ്ടിയിട്ട് മീൻ പിടിക്കണ പോലെ അത്ര എളുപ്പമല്ലോ എന്റെ കുട്ടിയെ. മോൾക്ക് അപ്പൂപ്പനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അതിനെന്താ, ഇത് SBIയുടെ കാർഡല്ലേ? അതെ.
അവിടെ എസ് ബിയുടെ ATM ഉണ്ട്. ഓ ആ ATM എനിക്ക് കാണുന്ന എന്നെ കലിയ. ഒരു വൃത്തികെട്ട ATM. അപ്പുറത്ത് വേറെ ATM ഉണ്ടാ. എന്തിനാ അത്? ഇത് എസ് ബിയുടെ കാർഡല്ലേ? അതെ. നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ ഫ്രണ്ട് വരികയാണ്, എനിക്ക് കാണാൻ ചെയ്യാം. വേണ്ട വേണ്ട, എനിക്കെന്തോ ഈ SBIയുടെ നീല കളറും എഴുത്തും അങ്ങോട്ട് പഥ്യല്ല. ഈ നീല അതെനിക്ക് അങ്ങോട്ട് ശുഭല്യാന്നേ. നമുക്ക് അപ്പുറത്തേക്ക് തന്നെ പോയാലോ? ഞാൻ അവളെ വിളിച്ച് പറയട്ടെ. വന്നാലൂടെ വെയിറ്റ് ചെയ്യാം. പറഞ്ഞോളൂ ആവോളം പറഞ്ഞോളൂ. എവിടേക്കും പോവണ്ട, ഇവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞോളൂ. ഇരിക്കട്ടെ അവിടെ. അതിയാ, നീ എത്താറായോ? അയ്യടി പിന്നെ ഞാൻ നമ്മുടെ കോഫി ഷോപ്പിനടുത്തുള്ള ആക്സിസ് ബാങ്കിന്റെ ATM കൗണ്ടർ എന്ന് പോവാണേ. എടാ നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ആ ശരി ശരി ശരി. കൂട്ടി നടന്നോളൂ, ഞാൻ പിന്നേലും ഉണ്ടാവും. എന്റെ നടുവ് വൃത്തിയതാ. എന്താ ഈ അമാന്തം വേണ്ട. കണ്ട പെരിച്ചാരി പോലെ അങ്ങോട്ട് എടുക്കണം. അങ്ങോട്ട് പോകുന്നത് നടന്നോളൂ, ഞാൻ പിന്നേലിട്ട്. മിണ്ടാട്ട് കിടക്കണേ അവിടെ. എന്നെ ശരിക്കറിഞ്ഞൂടാ. അതിനങ്ങോട്ട് കൊന്നാലാ? കൊന്നു കടലിക്കളയാ. അതൊന്നും വേണ്ട. ഇപ്പൊ മണി 1 പോണുള്ളൂ. അതിന് 2-2:30 ആവുമ്പോ തുറന്നു വിടാ. പിന്നെ പരീക്ഷ എഴുതാൻ പറ്റൂല. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വെറുതെ ആകണതിന്റെ ദണ്ണം അവളല്ല, അവളെ തന്ത മനസ്സിലാക്കണം. കൊന്നാല അതിലെന്തെണ്ണം ഉണ്ടാവൂലടാ. എന്റെ അച്ഛ, ആ കുട്ടി നമ്മളോട് വല്ലത് ചെയ്ത അച്ഛ. ദേ സുരേന്ദ്ര, നമ്മക്കടെ ശത്രുവിനോട് നമുക്ക് മനസ്സലിവെന്ന് തോന്നി തുടങ്ങിയ അത് നമ്മുടെ തന്നെ കുഴിതോണ്ടലാണ്. വണ്ടിയാ ചെന്ന് നോക്കടാ. പാപ്പനെ കാണാൻ ആശുപത്രി പോയവര് വന്നാ. ഓ ദേ വരണുണ്ട്. എടാ സുരേന്ദ്ര, അവര് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോന്നാ. ചിത്തൂട്ടന് സുമേധ അറിയരുതട്ടാ. അറിയട്ടാ, അവർക്ക് സന്തോഷവുമില്ലേ? അച്ഛന് പ്രാന്താടാ. അവരത് സപ്പോർട്ട് ചെയ്യുന്ന തോന്നണണ്ടാ. എങ്ങനെങ്കിലും അവരൊന്ന് ഒഴിവാക്ക്. എന്താണ് നേരത്തെ പോന്നാ? അവര് ഉച്ചക്കന്നെ ഡിസ്ചാർജ് ആയി പോയിന്ന്. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതിയെന്നേ വാപ്പനോട് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങ അങ്ങോട്ട് പോകുന്നില്ല. സാധനങ്ങളൊക്കെ മേടിച്ചു നോക്കട്ടെ. ഉള്ളി, കടല, പഞ്ചാര, തക്കാളി. 2 കിലോ തോരപ്പരിപ്പും കൂടി മേടിച്ചുണ്ടോ? ചെല്ലി, രണ്ടുപേരും ചെല്ലി. എന്തിനാണ് 2 കിലോ തോരപ്പരിപ്പ്? പരിപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ ഇരിപ്പുണ്ട്, ഇനി ആവശ്യം വരുമല്ല. എന്താ മരപ്പട്ടി. മരപ്പട്ടിയാ? ഈനാമ്പേച്ചി. ഈനാമ്പിച്ചാ? എന്താണ് മരപ്പട്ടിക്ക് ഈനാമ്പേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല? അത് മരപ്പെട്ടി ഈനാമ്പേച്ചിയൊന്നുമല്ല, സിയയുടെ മോളാണ്. അയ്യോ, അവളെ ഞങ്ങൾ ഇങ്ങോട്ട് പൊക്കി. അയ്യോ, അവക്കൊന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്തോ പരീക്ഷ ഉണ്ട് അത്രേ. അവളത് എഴുതണ്ട. നിങ്ങളൊക്കെ ആരാണ്? അതോ ലോകോ? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞാ അതിന്റെ ഗ്രാവിറ്റി എത്ര വലുതാന്ന് നിനക്കറിയോ? പണി കിട്ടുന്നറിഞ്ഞിട്ട് തന്നെ, അല്ലാതെ വെളിവില്ലാഞ്ഞിട്ടൊന്നും അല്ലടാ. എന്റെ അച്ഛ, എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി പഠിക്കണതിന്റെ പാടും അതൊന്നും അല്ലാതാവുന്നതിന്റെ പെയിനും എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് വളരെ ചീപ്പായി പോയി. ദേ ഒന്നും തോന്നലേട്ടാ. അച്ഛനും അച്ചാച്ചനും ഒരു ബുദ്ധിമോശം കാണിച്ചതാ. എന്ത് ബുദ്ധിമോശം? ചേച്ചി 2 മണിക്കല്ലേ എക്സാം? സെന്റ് തെരേസസ് അല്ലേ സെന്റർ? എന്തായാലും എന്താ, ഒക്കെ തീർന്നില്ലേ? ഈ കിളവനെ വിശ്വസിച്ചോണ്ടാ? തൃക്കൊടി മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരി, ATM, ഗൂഗിൾ പേ, കള്ളക്കളവൻ. എന്നോട് കളിക്കല്ലേ. മത്തി കണ്ടിക്കണ പോലെ കണ്ടിക്കും ഞാൻ. അച്ചാച്ചനൊന്ന് പോയേ. ചേച്ചി മണി 12:50 ആയിട്ടുള്ളൂ. 1/2 മണിക്കൂറും കൊണ്ട് തെരേസാസിലെത്തി സുഖമായിട്ട് പരീക്ഷ എഴുതാം. നിന്റെ കൂടെയോ? നീയും ഈ വകുപ്പിൽപ്പെട്ടതല്ലേ? നീ എന്നെ കൊണ്ടുപോയി കൊല്ലില്ലെന്ന് എന്തെത്ര ഉറപ്പ്? ഈ വകുപ്പിനെ എങ്ങനെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ചേച്ചി? നിങ്ങളുടെ അച്ഛനെ എന്നോട് അമ്മാരി ചെയ്തിട്ടും ഞാൻ കൊല്ലാൻ ചെന്നിട്ടില്ല, സ്വയം ചാവാനേ നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് കാണിച്ചതിൻ്റെ 10-1 പോലും എൻ്റെ അച്ഛനും എൻ്റെ അച്ചാച്ചനും ചെയ്തിട്ടുമില്ല. കണക്കെടുപ്പിന് നിൽക്കാൻ പറ്റിയ നേരമില്ലാത്തോണ്ടാ. ചേച്ചി വന്നേ, പരീക്ഷ മിസ്സാക്കണ്ട. ചെല്ലു മോളെ, എന്റെ കൊച്ചിന്റെ ഗതി നിനക്കുണ്ടായാല് അത് ഞങ്ങൾക്ക് വല്ലാത്ത ദണ്ണവും. ചെല്ലേ ജിത്തുട്ടാ, നീ വണ്ടി എടുത്തേ. ദേ എല്ലാ ടെൻഷനും കളഞ്ഞ് നന്നായി പരീക്ഷ എഴുതണോട്ടാ. നനയണ്ട, എന്റെ കോട്ട് തരാം. ബാക്കിയൊക്കെ പിന്നെ. സമയം പോണ്. വന്നേ മോളെ. നീ എല്ലാത്തിനും തോറ്റു പോടി സുരേന്ദ്ര. ഓ, ഇയാള് മീശയും പിരിച്ചിരുന്നോ? കൈക്ക് വന്ന് കയറിയിട്ട് കൈവിട്ട് പോണത് കണ്ട.
അച്ഛൻ എന്തിനാണ് ഇങ്ങനെ നിരാശപ്പെടുന്നത്? എൻ്റെ അച്ഛ, നമ്മുടെ പ്ലാൻ ഇപ്പോഴും ജയിച്ചിട്ട് തന്നെയാ ഉള്ളത്. എങ്ങനെ? അച്ഛ, ഈ ഒരു സർക്കിളിൻ്റെ മുഴുവൻ അധികാരമുള്ള അവൻ്റെ മോളെ പട്ടാപ്പകൽ നമ്മൾ പിടിച്ചിട്ടൊന്ന് പൂട്ടിയെന്നറിയുമ്പോൾ അവനുണ്ടാവണ ഒരു ഇടളക്കം അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. നാണക്കേടുകൊണ്ട് സ്വയം നശിച്ചില്ലാണ്ടാകൂല അവൻ, കുറച്ചു നേരത്തേക്കെങ്കിലും. അത് കഴിഞ്ഞാൽ അവൻ മതം പൊട്ടി വരികയായിരിക്കും. വരട്ടെ, ഇഞ്ച ചതയ്ക്കണത് പോലെ അവൻ നമ്മളെ ചതയ്ക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു കിതപ്പുണ്ടല്ല, അതാണ് നമ്മുടെ പ്രതികാരം. പത്തല പത്തല കുപ്പിയും പത്തല കുട്ടിയും പത്തല പത്തല യാറാടേ. ആ പത്തല യാറാടേ. ഗിരിജമോളെ, ഡിന്നർ പതക്കം മതിട്ടാ. നാളെ എനിക്ക് സിക്ക് ലീവാ. മരുന്ന് കഴിക്കട്ടെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് യൂഷ്വൽ പൊട്ടി പോകാൻ തന്നെ ചാൻസ്. ആ, അപ്പൊ നീ വീണ്ടും പഠിച്ചെടുത്തേണ്ടി വരും. അല്ലാതെ കല്യാണം നടക്കൂന്ന് വിചാരിക്കണ്ട. കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ വിട്ടു. ഇപ്പം മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന എന്റെ ചിന്ത. അച്ഛാ, യു ആർ ഇൻ ബിഗ് ട്രബിൾ. അച്ഛൻ ഏത് നിമിഷവും 8ന്റെ പണി കിട്ടും. നീ എന്താ വല്ല സ്വപ്നം കണ്ട? സ്വപ്നമല്ല, ഇന്നാളിവിടെ വന്ന ആ സുരേന്ദ്രനില്ലേ, അയാളും ടീമും ഇന്ന് പട്ടാപ്പകൽ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ടുപോയി. കിഡ്നാപ്പാ? എന്നിട്ട് നീ ഇവിടെ നിൽക്കണ്ടല്ല, പിന്നെ നീ എങ്ങനെ പരീക്ഷ എഴുതി? വെറുതെ ഇളക്കല്ലേ. അച്ഛനാണ് സത്യം. അവരെന്നെ തട്ടിക്കൊണ്ടുപോയി. അവർക്കെന്നെ കൊല്ലാൻ വരെ പ്ലാൻ ഉണ്ടായിരുന്നു. അയാളുടെ മോനും മോളും വന്നതുകൊണ്ട് മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയതും പരീക്ഷ എഴുതാൻ പറ്റിയതും. ഒഴിഞ്ഞു പോണേ പോട്ടെ എന്ന് കരുതി അടങ്ങിയിരുന്നതാ. ഇനി അവനെ വെച്ചോണ്ടിരുന്നൂടാ, തീർത്തേക്കാം. അച്ഛൻ കണ്ട കൊടി കെട്ടിയമാരപ്പരല്ല അവര്. അവരുടെ കയ്യിൽ വലിയ വലിയ വെപ്പൺസ് ഇല്ല, വലിയ ബന്ധങ്ങളില്ല. പക്ഷേ ചാകാൻ പോലും മടിയില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. അതിലൊരാളെ തൊട്ടാ അടുത്ത ആൾ വന്ന് പണിയും. അച്ഛൻ അവരെ പേടിക്കണം, നല്ലോണം പേടിക്കണം. അവരെന്നെ ഉപദ്രവിച്ച പറ, എന്റെ കൊച്ചിനെ അവര് നോവിച്ച. നോവല്ല, അച്ഛൻ അവരോട് ചെയ്തൊക്കെ കേട്ടപ്പോ വല്ലാതെ ചൂളി ചെറുതായിപ്പോയി. പിന്നെ അച്ഛൻ്റെ കയ്യിലിരിപ്പ് കാരണം മറ്റുള്ളവർ എന്നെ ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായല്ലോ എന്ന് ആലോചിച്ചപ്പോ വല്ലാത്ത വിഷമം തോന്നി. നടന്നേക്ക നീ ഒരു കടലാസിൽ എഴുതുന്നാ മതി. അവരുടെ പേരിൽ എന്നോട് പരാതി കൊടുക്കാനാണോ? കേസ് ഞാൻ എടുത്തോളാം, ചെറിയ വകുപ്പല്ല. എങ്കിൽ അച്ഛൻ കള്ളക്കേസ് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ കോടതി പറയും. എനിക്ക് വയ്യ ഇങ്ങനെ പേടിച്ച് നാണം കെട്ടും ജീവിക്കാൻ. എന്താണ് നിനക്ക് നാണക്കേട്? ആരെയാടി നിനക്ക് പേടി? ദേ, നിങ്ങൾ അവരോട് കാണിച്ചെടുത്തോളൊന്നും അവരിവളോട് ചെയ്തിട്ടില്ല. ആ ചെറുക്കനെ 100 കൊണ്ടുപോയി വിട്ടതുകൊണ്ടാ അവൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റിയത് തന്നെ. അതവന്റെ മഹാമനസ്കതയാണെന്ന് കരുതിയിരിക്കുക തള്ളേ മോളും. അവരെന്നെ കൃത്യസമയത്ത് പരീക്ഷയ്ക്ക് എത്തിച്ച നന്മമരം മാത്രമാണെന്നാണോ അച്ഛൻ കരുതിയത്? ഇറക്കി വിട്ട് പോരാൻ നേരം ആ ചെക്കൻ എന്നോടൊരു ഡയലോഗ് പറഞ്ഞു. ഇതിന്റെ പേരിൽ ചേച്ചിയുടെ അച്ഛൻ എൻ്റെ അച്ഛനെയോ അച്ചാച്ചനെയോ തൊട്ടാൽ റിസൾട്ട് വരും മുമ്പ് ചേച്ചിക്ക് അച്ഛൻ്റെ പൊല കുളിക്കേണ്ടി വരൂട്ടാന്ന്. എന്നിട്ട് അതും കേട്ടോണ്ട് നീ ഇങ്ങ് പോന്നു. ഇങ്ങോട്ടല്ല, ഞാൻ പരീക്ഷയ്ക്കാ പോയത്. ആ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ പേടിച്ച് മിണ്ടാണ്ടിരിക്കണല്ലേ. ഇത് സംഭവിച്ചത് ഇവൾക്കല്ലെങ്കിൽ പോലും സ്വമോട്ടോ കേസെടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ ഒരു സ്റ്റേഷൻ അതിർത്തിയിലെ മുഴുവൻ ക്രമസമാധാന ചുമതലയും എനിക്കുള്ളത് കൊണ്ട്. അങ്ങനെ ഉത്തരവാദിത്തത്തോടെ എത്ര കേസെടുത്തിട്ടുണ്ട് ശിവേട്ടൻ? ക്രമസമാധാനം നടത്താൻ എന്തോരം ഉത്സാഹിച്ചിട്ടുണ്ട്. മോളിൽ നിന്ന് ആരെങ്കിലും ഉത്തരവിട്ടാൽ മാത്രം ഉണരേണ്ടതല്ല പോലീസിന്റെ ഉത്തരവാദിത്തം. അത് ബ്ലഡിൽ ഉണ്ടാവണം. അത് ശിവേട്ടനില്ല. അതേടി അണ്ണവിഷന്റെ കുട്ടമ്പിള്ള. ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്ക് ഈ നാടിനു വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ജനത്തിനു വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു എന്ന് അഭിമാനത്തോടെ മറ്റൊരാളോട് പറയാൻ, സ്വയം ഒന്ന് ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. ഉള്ളതാകട്ടെ ഇതുപോലെ കണ്ണി ചോരയില്ലാത്ത. നിർത്തിക്കോ. നീയൊന്നും എനിക്ക് വിശിഷ്ട സേവാ മെഡൽ തരണ്ട, ഡിപ്പാർട്ട്മെന്റും തരണ്ട. അയ്യോ ശിവേട്ട, ശിവേട്ട, പരിഹസിച്ചു കഴിഞ്ഞാ ശിവേട്ടൻ എങ്ങോട്ടാ? ചോദിക്കണ്ട. നിന്നെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷെ എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തണം. അച്ഛാ ഒരു മിനിറ്റ്.
ഞാൻ കേറി, നീ വരുന്നില്ലേ? ചങ്കൂറ്റം, ഒട്ടിക്കത്ത ചങ്കൂറ്റം. എന്താണൊരു വലിച്ചില്? തുടങ്ങണില്ലേ? നിന്നെ അടിച്ചും കുത്തിയും വിയർക്കാൻ ഇനി എനിക്ക് വയ്യ. നിനക്ക് തേക്കത്തുമില്ല. ഒറ്റ ഷോട്ടിൽ എനിക്ക് വിന്നാകണം. ഓ, അതായിരിക്കും തോക്കായിട്ടൊക്കെ ഇറങ്ങിയതല്ലേ. എന്തായാലും ബോഡി എടുക്കാനായിട്ട് എൻ്റെ മോന് ഞാൻ ലൈവ് ലൊക്കേഷൻ അയച്ച് കൊടുത്തിട്ടുണ്ട്. നീ എന്നെ ഇവിടെ ഇട്ട് തീർത്ത എൻ്റെ ബോഡി ഇവിടെ കിടന്ന് ചെയ്യരുതല്ല. അഥവാ നീയാണ് തീരണമെങ്കിൽ നിന്റെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ. അപ്പൊ നീയും ഒരുങ്ങി തന്നെയാണ്. ആ, ഞാൻ എൻ്റെ പഴയ കീപാഡ് ഫോൺ മാറ്റി. ഇനി തൊട്ട് പിഴയ്ക്കാൻ ആൻഡ്രോയിഡ് തന്നെ വേണം. ദാ സാംസങ് ആണ്. ഏതാ സീരീസ്? ഗാലക്സി M33 5G. എൻ്റെ ഓപ്പോ റെനോ 10 5G. ഫ്രണ്ട് ക്യാമറയൊക്കെ സൂപ്പറാ. 32 മെഗാ പിക്സൽ. സെൽഫിയൊക്കെ എടുത്തത് പോലെ ഇരിക്കും. ഫോൺ എടുക്കാൻ ചെന്നപ്പോൾ ഷോപ്പുകാരൻ എന്നെ ഇതും കാണിച്ച്. പിന്നെ കാണാൻ കോലുള്ളവർക്കല്ലേ സെൽഫി. നമുക്ക് വേണ്ടത് ബാറ്ററി ബാക്കപ്പാ. അതിനിത് മതി. നീ പോലീസ് റിവോൾവർ ഇത്ര അടുത്ത് കണ്ടിട്ടുണ്ടാ? ഗ്ലോക്ക് 19 തിരുച്ചിപ്പള്ളി മെയ്ഡല്ല, ഓസ്ട്രേലിയൻ മെയ്ഡ്. ഇക്കണ്ട കാലത്തിനുള്ളിൽ ഞാൻ ഇന്നേ വരെ ഇത് പൊട്ടിച്ചു നോക്കിയിട്ടില്ല. ഇനി പൊട്ടുവോന്ന് തന്നെ നിന്റെ തല പിളക്കമ്പിളെ ഉറപ്പിക്കാൻ പറ്റും. ദാ വേണമെങ്കിൽ ഒന്ന് തൊട്ടു നോക്കിക്കോ. ഞാനിതൊരു ഇരുമ്പ് കടയിൽ നിന്ന് വാങ്ങിയതാ. ഇത് വർക്കാവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മൂർച്ച വിരലുമളറിയാം. കുത്തിയാ പൊളരുന്നുള്ളത് ഉറപ്പാ. വേണമെങ്കിൽ നീ ഒന്ന് തൊട്ടു നോക്കിക്കോ. ഈ പോലീസിനെ 4 തെറിവിളിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹ. അത് കേൾക്കാൻ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഈ ആട് തോമ പോലീസിനെ മുണ്ടു പറിച്ചടിച്ച് കിണറ്റിലിട്ടപ്പോൾ എന്തായിരുന്നു തിയേറ്ററിൽ കയ്യടി? ഞാൻ ആ പടം കണ്ടിട്ടുമില്ല, കൈയടിച്ചിട്ടുമില്ല. പിന്നെ പ്രളയകാലത്ത് ഞങ്ങൾ തുറക്കാരോട് പോലീസ് കാണിച്ച കരുതൽ കണ്ടിട്ട് കൈയടിക്കാൻ തോന്നിയിട്ടുണ്ട്. നീ നുണ പറയുക. നീ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ സുഖിപ്പിക്കല്ലേ? നീ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നത് മാത്രം ആലോചിക്കാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് എങ്ങനെ രക്ഷപ്പെടാന്നും കൂടി ആലോചിക്കും. ഗ്ലോക്ക് 19 ഓസ്ട്രേലിയൻ മെയ്ഡ് 15 റൗണ്ട് ഫയറിംഗ് കപ്പാസിറ്റി. അതുകൊണ്ട് അത് വിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? നീ ഇടക്കേറി കൗണ്ടർ അടിക്കണമുണ്ടാ ഫ്ലോ പോണത്. ഈ പ്രേതത്തിനെയും പോലീസിനെയും ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷെ ഒരു തരി പോലും സ്നേഹോ ബഹുമാനോ ഇല്ല. ഇന്നെന്റെ ഭാര്യ അടക്കം എന്നോട് പറഞ്ഞു, എത്ര കറക്റ്റാക്കാൻ ശ്രമിച്ചാലും ഉള്ളിലെ കുട്ടമ്പിള്ള തള്ളി തള്ളി പുറത്തേക്ക് വരുവടോ. നമ്മളിപ്പോ പറഞ്ഞു വന്ന എന്താ? ഇന്നെന്റെ ഭാര്യ പോലും എന്നോട് പറഞ്ഞു, ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാനൊരു വേസ്റ്റാണ്. എന്റെ മോളും പറഞ്ഞു. എന്നാലും എത്ര പെട്ടെന്ന് അവർക്കങ്ങനെ പറയാൻ പറ്റിയത്. ശരിയാണ്, എനിക്കൊരു മെഡലും കിട്ടിയിട്ടില്ല. പക്ഷേ നിനക്കറിയോ, ഗ്രേഡ് SI ആയിരുന്ന കാലത്തു പോലും ഒരു രാത്രി മുഴുവൻ ഞാൻ ശവത്തിന് കാവലിരുന്നിട്ടുണ്ട്. മരിച്ചു 3 ദിവസം കഴിഞ്ഞ കുഞ്ഞിന്റെ ശവം ദാ ഈ കൈ കൊണ്ട് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. പാണ്ടിലോറിക്കടിപ്പെട്ടവന് കോരിയെടുത്ത് ആസ്പത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആർക്ക് വേണോടാ മെഡൽ?
തല്ലി. പോവാൻ പറയടാ. എടാ നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? മിണ്ടല്ലേ മിണ്ടല്ലേ എന്നോട് പറഞ്ഞിട്ടല്ലേ. അപ്പൊ നീ എന്നെ അനുസരിക്കാൻ തുടങ്ങി, പേടിക്കാൻ പഠിച്ചു. അല്ലെങ്കിലും നീ എന്നും പേടി അനുസരണയൊക്കെ ഉള്ളവൻ തന്നെയായിരുന്നു. ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ ഡാൻസ് ചെയ്തു. ശരിയാണ്, നിന്റെ അനുസരണയും പേടിയൊക്കെ ഞാൻ കുറച്ച് മിസ്യൂസ് ചെയ്തു പോയി. അതിന് നീ എനിക്ക് തിരിച്ചു ചെയ്തോ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസല്ലേടാ. ശരി, ആ കടവങ്ങ് വീട്ടാം. മിമിക്രി ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ ആ പാട്ടേതായിരുന്നു? കവാല. വാ കവാല വന്നു. നീ എന്റെ മുമ്പിൽ കളിച്ചത് കുറച്ചിലായി പോയത്. ഞാൻ കറക്റ്റ് അല്ലേ സുരേന്ദ്ര? അല്ലേടാ? മുണ്ടും പോയി. വാ മോമാടാ. നിന്റെ അച്ഛൻ കളിച്ചതിൽ 10 സ്റ്റെപ്പ് ഞാൻ കൂടുതൽ കളിച്ചിട്ടുണ്ട്. ഇതേടാണ് ഈ ഭ്രാന്തൻ? CI സാറിന്റെ? ആ സാറാണ് ഈ ഭ്രാന്തൻ. മോനേടാ, ഞാൻ നിർത്തിയിട്ടില്ലേട്ടാ. സുരേന്ദ്ര, നീ ഇതുമേ നിർത്തിക്കോണം. ഇനി എന്റെ പുറകെ വരരുത്. എന്റെ കുടുംബത്ത് പോലും എനിക്ക് വില ഉണ്ടാവില്ല. നിർത്ത്. ഇപ്പോ ഞാനും താനും തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. തുണിയിലും ഞാൻ എല്ലാവരും കണക്കാ സാറേ. ചത്താലും ഇട്ട വേഷവും തൊലിയും നോക്കി ഒരാളെ ഇനി അളക്കരുത് സാറേ, ഒരാളെയും. ശാന്തം നാടകം സമാപിക്കുന്നു. നാടകരചന ഹേമന്ത് കുമാർ, സംവിധാനം രാജേഷ് ഇരുളം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സുരേന്ദ്രൻ സതീഷ് കെ കുന്നത്ത്, CI ശിവാനന്ദൻ പിള്ള, കുര്യൻ മാരാരിക്കുളം, SI ശിഹാബ്, അച്ചാച്ചൻ, വക്കീൽ ഗിരീഷ് രവി, ജിത്തുട്ടൻ അജയ് ദേവ്, കോൺസ്റ്റബിൾ രേഖ, സുമ, ഗിരിജ, ബിന്ദു ചെറായി, പോലീസ് ഓഫീസർ ബെറ്റി, അച്ചു, ദീപ ദീപ്തി, കോൺസ്റ്റബിൾ മനോജ്, രാജേഷ് മുണ്ടക്കയം. പശ്ചാത്തല സംഗീതം ഗായകൻ അനിൽ മാള. നിർവഹണം റൂബി ബാബു. നിർവഹണ സഹായം ബിജു കല്ലുവാതുക്കൽ, N സുനിത. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. അവതരണം അമല കമ്മ്യൂണിക്കേഷൻസ്, കാഞ്ഞിരപ്പള്ളി.